നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിൽ തുടരും. അരവിന്ദ് കെജ്രിവാളിനെ ഉടൻ വിട്ടയക്കണമെന്ന ആവശ്യത്തിൽ ഡൽഹി ഹൈക്കോടതി തീരുമാനമെടുത്തില്ല. ഹർജിയിൽ മറുപടി നൽകാൻ സമയം അനുവദിക്കണമെന്ന് ED കോടതിയിൽ ആവശ്യപ്പെട്ടു. ഉപഹർജിയിൽ വിശദീകരണം നേടി EDക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ED മറുപടി നൽകാൻ ഏപ്രിൽ 2 വരെ സമയവും കോടതി അനുവദിച്ചു. കേസ് വീണ്ടും ഏപ്രിൽ 3 പരിഗണിക്കും. എക്സോലോജിക്കിനെതിരെ ED അന്വേഷണത്തിന് വഴി തുറന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അതിവേഗ റിപ്പോർട്ടാണെന്ന് വിലയിരുത്തലുകൾ. 8 മാസം അനുവദിച്ചിരുന്നെങ്കിലും 2 മാസം പോലും തികയുന്നതിനു മുമ്പേ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED ഇന്നലെ കേസെടുത്തത്. ഈ കേസിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് കേന്ദ്ര സർക്കാരിനായതിനാൽ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് കേസെടുത്തത് എന്നാണ് സൂചന. EDയെയും BJPയെയും വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ED BJPക്കായി കൂലിപ്പണിയെടുക്കുകയാണെന്നും കേന്ദ്ര ഏജൻസികളെ പണമുണ്ടാക്കാൻ ഉപയോഗിക്കുകയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഇതൊന്നും കേരളത്തിൽ വിലപ്പോകുകയില്ലെന്നും മുഖ്യമന്ത്രി സർക്കാരിനെയും പാർട്ടിയെയും അപഹസിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. തോമസ് ഐസക്കിന് വീണ്ടും ED സമൻസ്. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ ഏപ്രിൽ 2 തോമസ് ഐസക്കിനോട് ഹാജരാകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കെ തന്നെ മനഃപൂർവ്വം ED ബുദ്ധിമുട്ടിക്കുകയാണെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. EDക്ക് ഭീഷണിയുടെ സ്വരമല്ലെന്നും ചെന്നില്ലെങ്കിൽ മൂക്കിൽ കയറ്റുമോ എന്നും അദ്ദേഹം ചോദിച്ചു. മസാല ബോണ്ട് കേസിൽ 7ാം തവണ അയച്ച ED സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. അടിയന്തര സാഹചര്യമുണ്ടായാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ തോമസ് ഐസക്കിന് ഹൈക്കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു. EDയുടെ നടപടി കോടതിയോടുള്ള അനാദരവെന്നും ED ആവശ്യപ്പെട്ട രേഖകൾ കിഫ്ബി നൽകിയിട്ടുണ്ടെന്നും തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ അട്ടിമറിക്കാനാണ് ഇപ്പോഴുള്ള നീക്കമെന്നും ഐസക് ഹർജിയിൽ കുറ്റപ്പെടുത്തുന്നു. മാസപ്പടിയിൽ ED കേസെടുത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തങ്ങൾ തമ്മിൽ ഒന്നിച്ചില്ലെന്ന് കാണിക്കാനുള്ള സ്റ്റണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കരുവന്നൂരിലെയും സ്വർണ്ണക്കടത്തിലെയും ലൈഫ് മിഷൻ കോഴയിലെയും ED അന്വേഷണങ്ങൾ എവിടെ എത്തിയെന്നും കേരളത്തിൽ എത്തുമ്പോൾ EDയുടെ രീതി തന്നെ മാറുകയാണെന്നും സതീശൻ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അഴിമതി കാട്ടിയവർ കണക്ക് പറയേണ്ടി വരുമെന്നും മാസപ്പടി ആരോപണത്തിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നും കേന്ദ്രമന്ത്രി V മുരളീധരൻ. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്ത വാർത്തയിൽ പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ഏപ്രിൽ 3 മണ്ഡലത്തിലെത്തി അന്ന് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കൽപ്പറ്റ കളക്ടറേറ്റിൽ എത്തിയാണ് രാഹുൽ ഗാന്ധി പത്രിക നൽകുക. തുടർന്ന് നടക്കുന്ന റോഡ് ഷോയ്ക്ക് ശേഷം രാഹുൽ അന്നു വൈകുന്നേരം തന്നെ മടങ്ങിപ്പോകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 26 സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡോക്ടർ KS അനിലിനെ പൂക്കോട് വെറ്റിനറി സർവകലാശാല VCയായി നിയമിച്ചു. മണ്ണുത്തി വെറ്റിനറി കോളേജിലെ പ്രൊഫസറാണ് അനിൽ. ഡോക്ടർ PC ശശീന്ദ്രൻ രാജിവെച്ച ഒഴിവിലാണ് ഡോക്ടർ KS അനിലിനെ നിയമിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിലുള്ള CBI അന്വേഷണം വൈകിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷ സമരവും തെരഞ്ഞെടുപ്പും ഭയന്നാണ് CBI അന്വേഷണത്തിന് തയ്യാറായതെന്നും സതീശൻ പറഞ്ഞു. കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടത്തിന് ഇനി ആൺകുട്ടികൾക്കും പ്രവേശനം ലഭിക്കും. ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗത്തിൽ ലിംഗഭേദമന്യേ എല്ലാവർക്കും പ്രവേശനം നൽകുമെന്ന് ഭരണസമിതി അറിയിച്ചു. കഥകളിയിൽ വനിതകൾക്ക് പ്രവേശനം നടപ്പിലാക്കിയ കലാമണ്ഡലം പക്ഷേ മോഹിനിയാട്ടത്തിന് ആൺകുട്ടികൾക്ക് പ്രവേശനം കൊടുത്തിരുന്നില്ല. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ 2023 നടന്ന റാങ്കിങ്ങിൻ്റെ പേരിൽ ക്യാമ്പസിലെ 13 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കി. കേസിൽ ഹൈക്കോടതി ഇടക്കാല സ്റ്റേ വന്നതിന് പിന്നാലെയാണ് സസ്പെൻഷൻ റദ്ദാക്കിയത്. സംഭവത്തിൽ 13 പേർ കുറ്റക്കാരാണെന്ന് പൂക്കോട് സർവകലാശാലയിലെ റാങ്കിംഗ് വിരുദ്ധ സമിതി കണ്ടെത്തിയതിന് പിന്നാലെ 13 പേരെയും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. KK ശൈലജയെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന വിധത്തിൽ പ്രചാരണം നടത്തുന്നുവെന്ന് ആരോപിച്ച് UDFനെതിരെ LDF മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. UDF സ്ഥാനാർത്ഥിയുടെ അറിവോടെയാണ് LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്ക് നേരെ അധിക്ഷേപമെന്നാണ് LDF ആരോപണം.
ഇടതു സ്ഥാനാർത്ഥിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മോർഫ് ചെയ്ത ചിത്രങ്ങളടക്കം വ്യാജ പ്രചരണത്തിന് ഉപയോഗിക്കുന്നുവെന്ന് പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട്. കോൺഗ്രസുകാർ രാജ്യം വിട്ട് പാകിസ്ഥാനിൽ പോകുന്നതാണ് നല്ലതെന്ന് അനിൽ ആന്റണി. നരേന്ദ്രമോദി പ്രചാരണത്തിന് എത്തിയ മണ്ഡലത്തിൽ ഇനി ആര് വന്നിട്ടും കാര്യമില്ലെന്നും രാജ്യദ്രോഹിയായ ആന്റണിക്ക് വേണ്ടി പത്തനംതിട്ടയിൽ വോട്ട് തേടാൻ AK ആന്റണി വരില്ലെന്നാണ് കരുതുന്നതെന്നും NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി പ്രതികരിച്ചു. പോലീസ് ലാത്തിച്ചാർജിൽ ഗുരുതരമായി പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി മേഘ രഞ്ജിത്ത് കേരള ഹൈക്കോടതിയെ സമീപിച്ചു. തനിക്കേറ്റ പരിക്കിന് നഷ്ടപരിഹാരമായി 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ടാണ് മേഘ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. കിഫ്ബി മസാല ബോണ്ട് വഴി സമാഹരിച്ച 2150 കോടി രൂപ തിരിച്ചടച്ചു. മസാല ബോണ്ടിൻ്റെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് പണം തിരിച്ചടച്ചത്. മസാല ബോണ്ടിൽ ക്രമക്കേട് ആരോപിച്ച് തോമസ് ഐസക്കിനെതിരെ ED കേസ് പുരോഗമിക്കുന്നതിനിടെയാണ് കിഫ്ബി തുക പൂർണ്ണമായി തിരിച്ചടച്ചത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു.